ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ, സാധാരണ ഉച്ചയ്ക്കൊരു ഉച്ചമയക്കം ഞാൻ ഉറങ്ങാറില്ല, ബട്ട് ഞാൻ കിടക്കാറുണ്ട് കേട്ടോ അല്ലും തുമ്പിയൊക്കെ ഉറങ്ങുന്ന സമയത്ത്. പക്ഷേ ഇന്ന് അല്ലും തുമ്പിയൊന്നും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കിടത്തൊന്നും ഉണ്ടായില്ല. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന്, അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് താഴത്തേക്ക് വന്നാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് അമ്മയുടെ അടുത്ത് പറയണു നമുക്കൊരു അപ്പം ഉണ്ടാക്കണം, അതായത് ഇലയിൽ ഇങ്ങനെ അട പോലെ ആക്കിയിട്ട് ഉണ്ടാക്കണ അപ്പം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണം എന്നുള്ളത് കുറേ ആയി പറയണു. അത് ആക്ച്വലി അരിപ്പൊടിയിലാണ് ഉണ്ടാക്കാറെങ്കിൽ എനിക്ക് അരി പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പിൻ്റെ മാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഇല എന്ന് പറയുന്നത് കറുവാപ്പട്ടേൻ്റെ ഇലയാണ്. ചില സ്ഥലങ്ങളിലേക്ക് വാഴയില എടുക്കുന്നവർക്ക് എടുക്കാം, അതല്ലാതെ ഇലമംഗലത്തിൻ്റെ ഇല, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഇല വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പട്ടേൻ്റെ ഇലയാണ് കേട്ടോ. ഇതിന് പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓൾറെഡി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിക്ക്, അതായത് തേങ്ങയും വളരെ കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് ഏലക്കായും ഇത്രയും സാധനം ഇട്ടിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള സാധനം കൂടെ സെറ്റ് ചെയ്താൽ സംഭവം പൊളിയാണ്. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അഗാരോൻ്റെ മൾട്ടി കുക്ക് കെറ്റിലാണ് കേട്ടോ. ഓരോരോ ഗർഭപൂതികളെ, പിന്നെ ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഇത്തരം ആഗ്രഹങ്ങളൊന്നും വല്ലാണ്ട് അങ്ങോട്ട് ആഗ്രഹിക്കാറില്ല. എനിക്ക് ചക്കയപ്പല്ലേ, ചക്കയട അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വളരെ മധുരം കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യപൂർവ്വം അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കല്യാണിയും കട്ടയും കൂടെ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഹേസുമ നല്ല ഉറക്കമാണ്. അല്ലും തുമ്പിയൊക്കെ അവിടെ ഉണ്ട്, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് ഉറങ്ങുക എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് ലൂസായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ മാവ്. അതുകൊണ്ട് തന്നെ നമ്മളതിലിങ്ങനെ വെച്ചൊന്ന് പരത്തി അതിനുള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കല്യാണി ആക്കി വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രയൽ നോക്കിയതാണ് അവള് സെറ്റ് ആവുന്നുണ്ടോയെന്ന്. അപ്പോഴത്തേക്ക് എക്സ്പേർട്ട് വന്ന് ഇളയമ. അപ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുമ്പിൾ കുത്തുന്ന പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ പല തരത്തിലായിരുന്നു ഇന്ന് നമ്മൾ ഫില്ല് ചെയ്തതെന്ന് പറയാം. ഞാനും കല്യാണി ഇളയമയൊക്കെ കൈവച്ചിട്ടുണ്ട്. അമ്മ ഹേസൂന് കാവലിരിക്കാൻ വേണ്ടി മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിയും കട്ടയും പോയി വരുമ്പോഴത്തേക്കും ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. നമ്മൾ പല വകയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ അടയുണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ കെറ്റിലിൻ്റെ സ്റ്റീമിംഗ് പോട്ടിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് കെറ്റിലിൽ വെള്ളം ഒഴിക്കുക, അതിൻ്റെ മുകളിൽ സ്റ്റീമിംഗ് പോട്ട് വെക്കുക, ലിഡ് വെച്ചിട്ട് അടയ്ക്കുക, ഓണാക്കുക, അത്ര പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അട റെഡി ആയിട്ട് കിട്ടും. സെറ്റ് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആദ്യം കുറച്ച് കട്ടിയിലായിരുന്നു മാവ് കുഴച്ചത്, പിന്നെ കുറച്ച് ലൂസാക്കി കുഴച്ചു. അപ്പോൾ എല്ലാം കൂടെ ഒരു ടെൻഷനാണ്, ഇതാവൂലേ നന്നാവൂലേ എന്നൊക്കെ ഉള്ളത്. കാരണം അത്രയും കൊതിയോടെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നന്നാവണമല്ലോ. ഇതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ വെച്ചിട്ടുണ്ട്, ലിഡ് വെച്ച് അടച്ച് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതവിടെ സെറ്റാവട്ടെ. എന്തായാലും നമ്മൾ അട അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ. എൻ്റെ 2 മക്കളെ ഞാൻ അടയും കാണുന്നൊന്നുമില്ല, ഒന്ന് പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അല്ലൂട്ടൻ്റെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കലാണ്. ഇതുവരെ ഇല്ലാത്ത സ്വഭാവമാണ് ഈ ചുമരിലെടുത്തൊക്കെ. ഇപ്പോൾ മൂപ്പര് അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുമ്പമ്മയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ അച്ഛമ്മേൻ്റെ അച്ഛൻ്റെ അകത്ത് പോയി കിടന്നോ എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കുട്ടി തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പാവാണ്, അത് അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിക്കൂല, അത് അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എൻ്റെ ചെക്കന് പിന്നെ ഉറക്കമൊന്നുമില്ല ഗൈസ്. അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കളിപ്പാട്ടങ്ങളിലോട് കളിച്ചുകൊണ്ട് നടക്കണേ. പിന്നെ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ എന്തായാലും അവർക്ക് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉണ്ടാവുക. പാവം അല്ലുട്ടെ, അവനോട് കളിക്കാൻ ആൾക്കാരില്ലാണ്ട് ഇല്ലാത്തത് കൊണ്ട് വീട്ടിനുള്ളിൽ തന്നെ ഒറ്റയ്ക്കൊക്കെ അങ്ങനെ കളിച്ച് നടക്കും. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം പുറത്ത് വന്നിങ്ങനെ ഇരുന്നു. പുറത്ത് വന്നിങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കാൻ കുറച്ചൊരു രസമാണ്. എന്താണ്, അതിലി വണ്ടിയിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകും. ഓരോ വായി നോക്കിയിരിക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തിനു വെറുതെ നമ്മൾ വായി നോക്കിയിട്ട് അല്ലേ. അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സ്വന്തമായി എന്തൊക്കെയോ അങ്ങനെ ചിന്തിക്കും. അതാണ് എൻ്റെ പ്രശ്നം, ഓവർ തിങ്കിങ്. അതിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഏതോ കാട് കിടക്കാറില്ല, അതുപോലെ എവിടേക്കോ കടന്നു പോയി ഞാനിങ്ങനെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ വിളിച്ചു വരുത്തും. ആവാഹനം, ഹോമം വേണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് വയറിന് നന്നായിട്ട് ഇങ്ങനെ ഉന്തി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അനങ്ങിയിട്ട് ഇങ്ങനെ കൈകൊണ്ടോ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ഉന്തലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉന്തി വന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ക്യാമറ എടുത്ത് ഒരു ഒറ്റ വീഡിയോ എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വൈശാട്ടിന് അയച്ചു കൊടുക്കാൻ, വൈശാട്ട് ഇതുവരെ കണ്ടില്ല, അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ക്യാമറയ്ക്ക് അവിടെ എന്തോ സെൻസർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉള്ളിലുള്ള ആൾക്ക് എന്തായാലും അറിയാം. പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു അനക്കം ഉണ്ടാവില്ല, എവിടെയോ ഒളിച്ചുത്തിരിക്കേക്ക്. ക്യാമറ അങ്ങോട്ട് ഓഫാക്കിയാൽ പിന്നെ അതാ ചടപടേന്ന് പറഞ്ഞൊരു വരവാണേ. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് ശീലമാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. കാരണം അല്ലൂനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചവിട്ട് കിട്ടിയിട്ടുള്ളത്. ഓനാണ് വന്നു കഴിഞ്ഞാൽ വേഗം കൈവച്ചാൽ വേഗം ചവിട്ടൊക്കെ കിട്ടുള്ളൂ. തുമ്പമ്മയ്ക്ക് അങ്ങനെ അറിയാം, ഇതില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി, എന്നാലും കിട്ടിയിട്ടില്ല. പിന്നെ അല്ലു അശ്വനി ഒക്കെയാണ് കൂടുതൽ ചവിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. കല്യാണിക്കൊന്നും അധികം കിട്ടാറില്ല, വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. തുമ്പമ്മയ്ക്കും അതെ കേട്ടോ. വൈശാട്ട് ഇതുവരെ കണ്ടിട്ട് കൂടി ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നോ പ്രഗ്നൻസി ടൈമിലൊക്കെ നന്നായിട്ട് ചവിട്ടുമൊക്കെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അനങ്ങാൻ നിൽക്കുന്നത്? എൻ്റെ കുഞ്ഞൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലുവിൻ്റെ തുമ്പിൻ്റെ ഒക്കെ അങ്ങനെയുള്ള വീഡിയോസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ആശാൻ്റെ ഒരൊറ്റ വീഡിയോ പോലും അനങ്ങുന്നത് എനിക്ക് മര്യാദയ്ക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല.
അങ്ങനെ പിന്നെ ഞാൻ വെറുതെ പുറത്തേക്ക് ആലോചിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാരങ്ങ തിന്നുകൊണ്ട് പുറത്തേക്ക് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടാനുള്ളൊരു കാരണം അങ്ങോട്ട് ഞാൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചാൽ നമ്മൾ പിന്നെ അമാന്തിക്കരുത് മക്കളെ, പെട്ടെന്ന് തന്നെ കെട്ടിയോനെ വിളിച്ചോളൂ. അങ്ങനെ ഇന്ന് ഏട്ടന് ഡ്യൂട്ടിക്ക് പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ വേഗം വിളിച്ചു. പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഏട്ടനെ സമ്മതിക്കും. കാരണം എന്താ പറയുക, ഞാൻ അങ്ങനെ പറയണൊക്കെ കുറേ നേരമൊക്കെ അങ്ങനെ കേട്ടിരുന്നോളും. ഞാൻ പറയാറ് ബുദ്ധൻ്റെ കൊച്ചുമകൻ എന്നാണ് കേട്ടോ. എല്ലാം ശാന്തം, സമാധാനം, അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലൂടെയാണ് പോവുക. പക്ഷേ ഇത് ഇടഞ്ഞാലുണ്ടല്ലോ കൊമ്പൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതായത് ചൂട് പിടിപ്പിക്കാൻ കുറച്ച് പാടാണ്, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പിന്നെ വൻ ടാസ്ക് ആയിരിക്കും. ഈറ്റിങ്ങളെ നന്നാക്കാൻ കുറച്ച് പാടുപെടും. ഞാനൊക്കെ അങ്ങനെയല്ല, ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. പക്ഷേ ഇത് ചൂടാവാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ വൻ ചൂടാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ മേച്ചോണ്ടാണ് ഞാൻ പോണതെന്ന് അർത്ഥം. നേരെ എല്ലാവരും തിരിച്ചാണ് പറയാറ്, നിന്നെ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് സാധാരണ പറയാറ്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ അല്ല. ഓക്കെ, നമ്മളെയൊക്കെ ഡീൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈറ്റിങ്ങളെ ഡീൽ ചെയ്യാനാണ് കുറച്ച് പാട്. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്യുന്നത് എന്താണെന്നറിയോ, നീ എവിടുന്നാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്നാണ് ഏട്ടൻ ചോദിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ എനിക്ക് സങ്കടപ്പെടാമെന്നില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കല്ലോ. കുറച്ച് നേരം ഏട്ടനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഇതാ നമ്മുടെ ശിങ്കിടിമണീനെയും കൊണ്ട് വന്നിട്ടോ. ഹേസു എണീറ്റ് നോക്കുമ്പോൾ ഹേസുവിൻ്റെ അമ്മേനെ കാണാനില്ല. കാരണം കല്യാണിയും കട്ടയും കൂടെ പുറത്ത് പോയതാണല്ലോ. ഇവളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. എണീറ്റപ്പോൾ തുടങ്ങിയില്ലേ അമ്മ അവൾക്കിത് മാത്രമേ അറിയുള്ളൂ, അമ്മ. അവസാനം അമ്മേനെ ഞാൻ എവിടുന്ന് കാണിച്ചു കൊടുക്കാനോ, കുറച്ച് എനിക്ക് എടുത്തോണ്ട് നടക്കുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ ഓൾറെഡി എനിക്ക് വയറ് നന്നായി ഇടിഞ്ഞു വന്നുകൊണ്ട് ഞാൻ തന്നെ വയറ് പിടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ എനിക്കതൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഓളെ എടുത്ത് അധികം നടക്കാറില്ല. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് പറ്റില്ല, ഇരുന്ന സെൻസറാണേ. അപ്പം എൻ്റെ അച്ഛൻ പശുവിന് എന്തൊക്കെയോ ഇലയോ എന്താ പറയുക, വാഴപ്പിണ്ടി അത് വെട്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അല്ലുട്ട് എന്താ ഒരു വെക്കേഷനായിട്ടും കൂടെ എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വൻ ശോകം പറച്ചിലാണ്. ഇവനിപ്പോൾ അത് അതിൽ കൊണ്ട് കൊടുത്ത ഈ കളിപ്പാട്ടങ്ങളൊക്കെ അന്ന് ഞാനാണ് പെട്ടത് ഗൈസ്. അങ്ങനെ ഓൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ ലുഡോ ബോർഡൊക്കെ കളിച്ചു കൊടുക്കണമെന്ന് ഓൻ്റെ സന്തോഷം കണ്ടില്ലേ. പക്ഷേ ഞാനങ്ങനെ തോറ്റു കൊടുക്കുന്ന ടൈപ്പല്ലാത്തതുകൊണ്ട് ഞാൻ ജയിച്ചു ഗൈസ്. എന്താ ചെയ്യുക, സംഭവം എൻ്റെ അച്ഛൻ പോകുമ്പോൾ പറഞ്ഞാൽ എന്താ പറയുക, നോക്കിക്കോട്ടോ എൻ്റെ അമ്മ എന്നെ കള്ളക്കളി കളിച്ചിട്ട് തോൽപ്പിച്ചാളെന്ന്. ഇവൻ 6 കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഡൈസൊക്കെ ചുരുട്ടി ഇട്ടിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. 6 കിട്ടുമോ എന്ന് പറയാൻ വേണ്ടി കുറച്ച് കള്ളക്കളിയൊക്കെ മൂപ്പരടുത്ത് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ എന്തായാലും കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ വെച്ചിട്ട് 4 മറ്റേ ആ കോയിൻ വെക്കേണ്ടതിന് വരെ 2 വെച്ച് കേട്ടോ. കാരണം എങ്ങനെയൊന്ന് വേഗം കളി തീർന്നാൽ പോകാലോ വെച്ചിട്ട്. കുറേ പണിയുണ്ട് എനിക്കിൻ്റെ അട എന്തായെന്ന് അറിയാനായിട്ട് ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. യേസുവിനെ എടുത്ത് അമ്മ അങ്ങനെ പുറത്ത് കൂടെ നടക്കുക കേട്ടോ. കല്യാണി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യേസു നടങ്ങുള്ളൂ. നമ്മൾ പിന്നെ വെള്ളമുണ്ടൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അലക്കി, സെറ്റുമുണ്ടും വെള്ളമുണ്ടൊക്കെ ഒന്ന് അലക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് നൈസായിട്ട് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മേനോട് അമ്മ അധികം ലേറ്റ് ആക്കണം, നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് അലക്കി ഉണക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയും കേട്ടോ കുറേ പണി. പക്ഷേ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി അട നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, അടയിൽ നിന്ന് വരുന്നൊരു മണമുണ്ട് മക്കളെ. എന്തൊരു ടേസ്റ്റ്. പക്ഷേ മണമായിരുന്നു എന്നറിയോ, അജാതി മണമായിരുന്നു. വെച്ചാൽ നമ്മളെ കറുവപ്പട്ടൻ്റെ ആ സ്മെല്ല്. അങ്ങനെ ഞാൻ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും തുമ്പമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തുമ്പമ്മ എണീറ്റപ്പോഴത്തേക്കും പിന്നെ ഫുൾ അലമ്പായിരുന്നു. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി, അമ്മ ഉണ്ടാക്കി അടയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവളെ മുഖത്ത് ഉറങ്ങി എണീറ്റിടാൻ തോന്നുന്നു വലിയ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അവൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും അടിപൊളിയാണ് സൂപ്പറാന്ന് പറയുന്ന കുട്ടി ഇന്ന് വലിയൊരു ഭാവവ്യത്യാസമൊന്നുമില്ല. പിന്നെ അധിക നേരം എന്തിനാ അവളെ മുഖത്തേക്ക് ക്യാമറ വെച്ചുകൊണ്ടിരുന്ന് സ്വയം നാണം കെടുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവളുടെ മുഖത്തുനിന്ന് ക്യാമറ എങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഞാനിതാ ഈ ഐശ്വര്യമുള്ള മുഖത്തേക്ക് ക്യാമറ തിരിച്ചു വെച്ചു. കാരണം എൻ്റെ ഭാവങ്ങളാണ് നിങ്ങൾ കാണേണ്ടത്. ബിക്കോസ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കണേ ഞാനാണ്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് പറയത്തില്ലല്ലോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറഞ്ഞല്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതിന് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ഇല ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ് എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ. നമ്മളിവിടെ ഇലമംഗലത്തിൻ്റെ ഇല അതല്ലെങ്കിൽ കറുവപ്പട്ടേൻ്റെ ഇല ഒക്കെയാണ് ഉപയോഗിക്കാറ്. വാഴേൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലേക്ക് ഉപ്പൂത്തിയുടെ ഇല ഉപയോഗിക്കുന്നു കേട്ടിട്ടുണ്ട്. ഇവിടെ മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് ആ ഇല ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു പൂതി അങ്ങോട്ട് മാറി. പിന്നെ അധികം കഴിക്കാൻ പറ്റില്ലല്ലോ, ഷുഗറാണ് ഉള്ളിൽ. ശർക്കരയാണെങ്കിൽ ശർക്കരയും ഷുഗറുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൺട്രോളിലാണ് കഴിച്ചത്. വളരെ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അടാന്ന് പറയാൻ പറ്റില്ല, തേങ്ങാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും സന്തോഷം.
തിന്നാൻ തോന്നുന്നത് വളരെ ചെറിയ കാര്യങ്ങളൊന്നും തിന്നിയില്ലെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ പ്രഗ്നൻസിയിലും എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഷുഗറൊന്നും പ്രഗ്നൻസിയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നേ ഉള്ളൂ. ആദ്യം തൊട്ടേ ശ്രദ്ധിച്ചോളൂ മക്കളെ എല്ലാവരും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുന്തം പോകാൻ ഭയങ്കര പാടാണ്. അത് മാത്രമല്ല നമുക്ക് മര്യാദയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്നത് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അട കണ്ടിട്ട് ആരും കൊതി വിടരുത്, കാരണം എനിക്കിനി വയറിളകാനും കൂടെ പോകാൻ വയ്യ. ആവതില്ല മക്കളെ, ആവതില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബേബി, സീ യു, ബൈ.